കൊയിലാണ്ടി താമരശ്ശേരി എടവണ്ണ ദേശീയപാതയിൽ വിജിലൻസ് പരിശോധന. റോഡ് താഴ്ന്നുപോയ മുക്കം താമരശ്ശേരി ഭാഗത്താണ് പരിശോധന നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോളർ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം വിശദാംശങ്ങൾ. കൊയിലാണ്ടി താമരശ്ശേരി ദേശീയ സംസ്ഥാന പാത, ഈ പാതയിൽ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ ചില ഭാഗങ്ങളിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അതായത് വലിയ വാഹനങ്ങൾ പോകുന്ന ആ ഭാഗത്ത് റോഡ് താഴുകയും ആ ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ സാധാരണ വാഹനങ്ങൾ പോകുമ്പോൾ പൊളിയുകയും അത് അപകടം ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ് നിർമ്മാണത്തിൽ അത് അശാസ്ത്രീയതയുണ്ട്. മാത്രമല്ല അതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്ന് കാണിച്ചുകൊണ്ട് മജീദ് താമരശ്ശേരി പൊതുമരാമത്ത് വകുപ്പിന് ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുക്കം മുതൽ താമരശ്ശേരി വരെയുള്ള ഈ ഭാഗത്ത് നിന്ന് പൊതുമരാമത്ത് വിജിലൻസിൻ്റെ കൺട്രോൾ വിഭാഗത്തിൻ്റെ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അതിൽ പല ഭാഗങ്ങളും റോഡ് കൃത്യമായി തന്നെ താഴ്ന്നിരിക്കുന്നത് കൃത്യമായി തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന വാഹനങ്ങൾ പൊളഞ്ഞാണ് പോകുന്നത്. അതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കണ്ടു. മാത്രമല്ല KSTP ആണ് ഇതിൻ്റെ നിർമ്മാണം 228 കോടി രൂപയുടെ നിർമ്മാണം അറ്റകുറ്റപ്പണികളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളിലും പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ചില പരാതികൾ ഉണ്ടായിരുന്നു. അതും പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാന പാത 1 വർഷം പോലും പൂർത്തിയാകാതെ സംസ്ഥാന പാതയിൽ അവിടെയും ഇടിഞ്ഞ് പല ഭാഗത്തും താഴുകയും അത് അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വിഷയത്തിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് വിജിലൻസ് പരിശോധന നടത്തുന്നത്.